ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. ഓരോ കൂറുകളിലും ജനിച്ചാൽ ഓരോരോ ഫലങ്ങളുണ്ട്. മേടക്കൂറിൽ ജനിച്ചവർ വെള്ളത്തിൽ ഭയമുള്ളവനായും നീളം കൂടിയ കണ്ണുകളോട് കൂടിയവനായും ശൗര്യം ഉള്ളവനായും ബലം കൂടിയ മുട്ടുകളോട് കൂടിയവനായും അല്പാൽപമായി ഭക്ഷിക്കുന്നവനായും സ്ത്രീകളിൽ ഭ്രമമുള്ളവനായും സഞ്ചാരശീലനായും അല്പം കൊണ്ട് പ്രസാദിക്കുന്നവനായും ശിരസിൽ വ്രണപ്പെട്ടിട്ട് അടയാളം ഭവിക്കുന്നവനായും അസത്യവാദിയായും ചഞ്ചല സ്വഭാവിയായും അന്യന്മാരെ സേവിക്കുന്നതിൽ അതിസാമർഥ്യത്തോടു കൂടിയവനായും തീരും. മേടക്കൂറ് ആടിൻ്റെ രീതിയാണ്. ആടാണ് അവരുടെ സ്വരൂപം. വേഗത്തിൽ ഭക്ഷിക്കുന്നു, തണുപ്പ് മുതലായ കാലാവസ്ഥ കാര്യങ്ങൾ, സഞ്ചാരശീലം, ദേഷ്യം എന്നിവ, ശൗര്യം എന്നിവ കൂടുതലായിരിക്കും. ഇപ്പം മേടക്കൂറ് ചൊവ്വ പ്രീതി അനിവാര്യമാണ്. ദേവീക്ഷേത്രം, മേടം കാളീപരമായിട്ടുള്ള ഭജനം, കാളീ ദേവതയെ പ്രീതിപ്പെടുത്തുക, കാളീപരമായിട്ടുള്ള വ്രതങ്ങളും വഴിപാടുകളും ഒക്കെ നടത്തി, കാളീക്ഷേത്ര ദർശനങ്ങൾ നടത്തി, രക്തപുഷ്പാഞ്ജലി, ചുവന്ന തെറ്റിമാല, ചുവന്ന പട്ട്, കടുംപായസം, മീനിപ്പായസം, ചുവന്ന ഉടയാടകൾ, മാലകൾ എന്നിവ ദേവിക്ക് സമർപ്പിക്കുന്നത്. ചെമ്പരത്തിമാല, ചുവന്ന തെറ്റിമാല, റോസ് മാല, ഇങ്ങനെ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാലകൾ, രക്തചന്ദനം, കുങ്കുമം എന്നിവയൊക്കെ ദേവിക്ക് സമർപ്പിക്കുന്നതും മേടക്കൂറുകാർക്ക് ഏറ്റവും ഫലപ്രദമാണ്. ഭഗവതി സേവ എന്നിവയൊക്കെ കറുത്ത വാവ് ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തിയാൽ ഏറ്റവും ഉത്തമമാണ്. ഭരണി നാളിലും കറുത്ത വാവിനും ഒക്കെ കാളീക്ഷേത്രത്തിൽ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള വഴിപാടുകൾ നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇതൊക്കെയാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച കാര്യങ്ങൾ. ചഞ്ചല സ്വഭാവികളാണ്, സഞ്ചാരശീലം ആഗ്രഹിക്കുന്നവരാണ്. കാട്ടിലും മലയിലുമൊക്കെ സാഹസികത കാണിക്കാൻ ശൗര്യം ധൈര്യമൊക്കെ ഉള്ളവരാണ്. അങ്ങനെയൊക്കെയുള്ള കൂറുകാരാണ് മേടക്കൂറുകാർ. ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു.